ഡബിൾ എസ്. സാറ്റർഡേ ആണ്. സാറ്റർഡേ നമ്മൾ ഫ്ലാറ്റിൽ തന്നെയാണ്, പോയിട്ടില്ല. അമ്മ പോയി നാട്ടിലേക്ക് പോയി. സൂര്യേട്ടൻ്റെ ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എഴുന്നേറ്റപ്പം കണ്ട സീനാണ് നേരത്തെ. എഴുന്നേറ്റ് വന്നതായിരുന്നു. അപ്പം സൂര്യേട്ടൻ പോകുന്ന സമയത്ത് സൂര്യേട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായ വന്നു. അപ്പം ചായ ഉണ്ടാക്കി അതിൻ്റെ കൊടുത്ത് ഞാൻ ഉപ്പേരിയുള്ള കഷ്ണങ്ങളല്ല ഗ്രീൻ പീസ് വേവിച്ച് വെച്ചു. അങ്ങനെ കുറച്ച് പരിപാടികൾ, ചോറ് തിളപ്പിച്ച് വയ്ക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചിയാ സീഡൊക്കെ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ വെള്ളം വെച്ചേക്കാണ്. ഇന്നലെ ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ്. തിളപ്പിച്ച കറി വെള്ളമൊന്നും നമ്മൾ കുടിക്കില്ല. അപ്പം ഇന്നലെ തിളപ്പിച്ച വെള്ളമാണ്. അപ്പം അതിൽ ഇന്നൊന്ന് വെറുതെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് ചിയാ സീഡ് ഇട്ടിട്ട് നമ്മൾ കുടിക്കാൻ പോകാം. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഹാഫ് ലെമണാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ നോർമലി ഈ ഹാഫ് ലെമൺ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊണ്ടുണ്ടല്ലോ, ഈ തൊണ്ട് നമ്മുടെ കാലിലും കൂടെ അങ്ങ് തേക്കും. കാലിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഒരു സ്കിൻ കെയർ കിട്ടുകയും ചെയ്യും. നമ്മുടെ തൊണ്ട് വെറുതെ വേസ്റ്റ് ആവില്ല. നാരങ്ങ വെള്ളം കുടിക്കുകയും ചെയ്യാം നമുക്ക്. ഇതിലേക്ക് നമ്മുടെ ചിയാ സീഡാണ് നമ്മൾ ഇടാൻ പോണത്. ഇത് ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് ഇടണ്ട. കാരണം ഇത് ഒരുപാട് കലോറീസ് ഉള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയ സ്മോൾ കണ്ടോ, ഇത്രയുള്ള താഴെ പോണ്ടിരിക്കാനുണ്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ കാണിക്കുന്നത്. ഇത്രയുള്ള ചെറിയൊരു സ്പൂണിലാണ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്തിനാണോ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതാണ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ചിയാ സീഡ് ഇടുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് കൂടും എന്നുള്ളത് ഞാൻ ഈ അടുത്തറിയാൻ ഇടയായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഇടാൻ തുടങ്ങി. ചിയാ സീഡിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് വെയിറ്റ് ലോസിന് വേണ്ടി എല്ലാവരും യൂസ് ചെയ്യാറുള്ളതാണ്. ഈ ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ അതൊരു സ്പൂണൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കലോറീസ് നല്ല കലോറിയുള്ള സംഭവമാണ് ചിയാ സീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഉപകാരം ഇല്ലാണ്ടായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വയറൊക്കെ നല്ല സുഖമായിട്ട് ബാത്റൂമിൽ പണങ്ങി പോകാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. കാരണം നല്ലോണം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ചിയാ സീഡ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ രാവിലെ ചൂടുവെള്ളം വെറുതെ ഇപ്പോൾ നാരങ്ങവെള്ളം വയ്ക്കുന്നത്, ഇപ്പോൾ അസിഡിറ്റി ഉള്ള ആൾക്കാർ ചിലപ്പോൾ നാരങ്ങ യൂസ് ചെയ്യില്ല. വെറുതെ ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു സ്പൂൺ ചിയാ സീഡ് ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്മൂത്തീസിൽ അങ്ങനെ നമ്മളല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ കുടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ആവണ്ട. അപ്പോൾ അതൊക്കെ നല്ലതാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ആദ്യത്തെ സംഭവം ഇതാണ്. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. ഞാൻ വെറും വയറ്റിലൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് നോർമൽ വാട്ടർ കുടിച്ചിട്ടാണ് ഞാനിത് കുടിക്കുന്നത്. ഇത് നമുക്ക് വെറും വാട്ടറിൽ നിന്ന് വെറും വയറ്റിലൊക്കെ നമുക്കിത് കുടിക്കാം കേട്ടോ. പിന്നെ ഞാൻ കേട്ടിരുന്നു നെല്ലിക്ക തേനിലിട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് എന്നും രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ അതൊന്ന് കഴിച്ചു നോക്കണതാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കിച്ചണിൽ ഓരോരോ പരിപാടികളായിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ക്യാബേജ് അരിഞ്ഞിട്ട് അതിനെ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മുമ്പ് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച്, പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്കാണ് ഞാൻ ക്യാബേജ് ഇടുന്നത്. എന്നിട്ട് അതിനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് ക്യാബേജും ഉള്ളിയൊക്കെ ഒരുമിച്ച് അരിഞ്ഞ് വേവിക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ്, പണ്ടേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ദോശമാവാണ് ഉണ്ടായിരുന്നത്. എനിക്ക് മാത്രമായിട്ട് ഞാൻ ദോശ ഉണ്ടാക്കില്ല. സാമ്പാറുണ്ട്, എന്നാലും ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാറ്. ഇന്നലെ രാത്രി സാമ്പാർ കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്, അപ്പോൾ കൂട്ടാൻ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ സൂര്യേട്ടനില്ല എന്നൊക്കെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ജുനുവിന് മാത്രം ദോശ. ജുനു ഉറങ്ങാണ് കേട്ടോ. ജുനുവിന് മാത്രം ദോശ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാനൊരു 4 സ്പൂൺ 4.5 സ്പൂൺ ഓട്സ് എടുത്തു. പിന്നെ എപ്പോഴും ചെയ്യണ പോലെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം
നിൽക്കില്ല കുറേ നേരത്തേക്ക്. കുറച്ച് ഓട്സ് കഴിച്ചാൽ മതി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കപ്പലണ്ടി എടുത്തു. ഇത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ. അപ്പം ബ്രൗൺ ഷുഗർ ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. എനിക്ക് മധുരം ഇല്ലാണ്ട് ഈ ഓട്സ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഓട്സ് ഉപ്മാവാണെങ്കിൽ പ്രശ്നമില്ല, അതല്ലെങ്കിൽ എനിക്ക് മധുരം ഇല്ലാണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ട്. അതായത് നമുക്ക് എന്താ പറയുക, ഞാൻ ബ്രൗൺ ഷുഗർ എടുത്ത് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പനങ്കൽക്കണ്ടാണ് ഇടാറുള്ളത്. അപ്പം എനിക്ക് പനങ്കൽക്കണ്ടാണോ ബ്രൗൺ ഷുഗർ ആണോ ബെറ്റർ എന്ന് അറിയില്ല. അതായത് ഷുഗർ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതാ ഭേദം എന്നുള്ളത് അറിയില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ എന്തായത് ബ്രൗൺ ഷുഗർ ആണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ബ്രൗൺ ഷുഗർ എടുത്തു. ഒരു 1/2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് പാലും പിന്നെ ബാക്കി 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കി ഓട്സ് വേവിച്ച് കഴിക്കാം. പണ്ട് പറഞ്ഞാൽ കുറെ പണ്ടല്ല, ഈ കുറച്ചടുത്തായിട്ട് ഞാൻ ഒരുപാട് ചായ കുടിച്ചിരുന്നത്. ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഓരോ ഗ്ലാസ് കഴിയുന്നോറും ഞാൻ ഇങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ നമ്മൾ ചിയാസീഡ് ഇട്ടുള്ള നാരങ്ങൾ, അപ്പം അത് കുടിച്ച് തുടങ്ങിയ ശേഷം ചിയാസീഡ് നാരങ്ങൾ ഞാൻ പണ്ടേ ഞാൻ കുടിക്കുന്നുള്ളതാണ്. ചിയാസീഡ് ഇട്ട് കുടിക്കാൻ തുടങ്ങിയ ശേഷം എന്താ കൂടെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ അളവ് കുറഞ്ഞു. കാരണം നമ്മുടെ വയറ് വിശക്കുമ്പോഴായിരിക്കും ഞാൻ ഈ ചായ കുടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഈ ചിയാസീഡ് ഇടുമ്പോൾ നമ്മുടെ വയറ് ഫില്ലായിട്ടിരിക്കുന്നത്, നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പും അങ്ങനെ സംഭവങ്ങളും കാണില്ല രാവിലെ തന്നെ ഇരിക്കുമ്പോൾ. അപ്പോൾ ചായയുടെ അളവ് എൻ്റെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മധുരം ഇട്ടിട്ടല്ല ചായ കുടിക്കണേ, പക്ഷെ എന്നാലും ചായ അത്ര നല്ലതെന്നുള്ളത്. ഇങ്ങനെ ഒരു 2 ഗ്ലാസ് 2.5 3 ഗ്ലാസ്സൊക്കെ ചിലപ്പോൾ ഞാൻ ഒരു ദിവസം കുടിക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഈ അടുത്തായിട്ട് ഇത് കഴിച്ചു തുടങ്ങിയ ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, ഞാൻ ചായയുടെ അളവ് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാബേജ് ദേ ഇവിടെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഒരു സാധനം ഇടാൻ പോവാണ്, ഗ്രീൻ പീസ്. നമ്മുടെ ഇന്നത്തെ ഉപ്പേരി ക്യാബേജും ഗ്രീൻ പീസും കൂടിയാണ് കേട്ടോ. ക്യാബേജിൻ്റെ അളവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. വെറുതെ ക്യാബേജ് ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. ഭയങ്കരമായിട്ട് വളരെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് മാത്രം. ഇങ്ങനെ വെള്ളം വറ്റി സാധാരണ രീതിയിൽ കണ്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉപ്പേരി പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഓട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചൂട് എണീറ്റിട്ടില്ല, അപ്പം അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചായ അതേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ കുറച്ച് കുടിക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പ് പോലും ഞാൻ തീർത്തിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോൾ ചായ ഒരുപാട് കുടിക്കുന്ന ആൾക്കാർക്ക് കുറയ്ക്കാനൊക്കെ ഒരു വഴിയായിരിക്കും, അറിയില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ. ഇവിടെ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രാവിലെ എണീറ്റ ഉടനെ TV കാണണം അല്ലേ ചൂട്ടാ? ഇല്ല കുഞ്ഞു, നമുക്ക് രാവിലെ എണീറ്റ ഉടനെ TV കാണണ്ടേ, പാട്ട് കാണണ്ടേ? ഡാഡെവിടെ? ഇതൊരു ഗൗരവാണേ. ഞങ്ങളിത് ഇപ്പം എഴുന്നേറ്റുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എഴുന്നേറ്റപ്പോൾ തന്നെ പാട്ട് ഇന്നിപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പാട്ട് കാണുമ്പോഴേക്കും ജുകൂട്ട ഉഷാറാവും. അപ്പം ഞങ്ങളിത് പാട്ടൊക്കെ വെക്കാൻ പോവാണ്. പാട്ട് മീൻസ് ഏത് പാട്ടാ ജുകൂട്ട? അവൻ്റെ പാട്ടുകളാണ് കേട്ടോ. കൊക്കോമെലൻ, പിന്നെന്താ ഇനി കാർട്ടൂണിൻ്റെയും പാട്ടെന്നാ പറയാം, മാഷബേർ, പെപ്പ പിഗ് അല്ലേ? ജുഗുനുവിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഉപ്പേരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉപ്പേരിയാക്കാണ് കേട്ടോ. അവനിങ്ങനെ ഉപ്പേരി പോലെ ഉള്ളത് ഇഷ്ടമല്ല, വെറുതെ വേവിച്ച് കൊടുക്കേണ്ടതാണ് ഇഷ്ടം. അപ്പോൾ അതാണ്. പിന്നെ ഇന്നലത്തെ ചോറ് കുറേ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. ബാക്കി ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വാർക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വെച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ഡാഡ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡ എത്തിയിട്ടുള്ള ഈ പരിഭവം പറച്ചിലാണ് ഇത്. അവന് കളിക്കണം എന്നാണ്, കളി മതിയാവണില്ല ഡാഡ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാർ വാഷിന് കൊടുക്കാൻ പോണായിരുന്നു, പിന്നെ പുറത്ത് പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ സമ്മതിക്കാനില്ല, അവന് കളി മതിയാവാത്ത കാരണം കൊണ്ട്.
അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ച് ടൈമായി. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചോറ്, പിന്നെ ഇന്നലത്തെ സാമ്പാർ, പിന്നെ ചെറുപയർ ഉപ്പേരി ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാബേജും ഗ്രീൻ പീസും ഉപ്പേരിയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ലഞ്ചൊക്കെ കഴിഞ്ഞു. ജുഗുനു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജുഗുനു നേരത്തെ തന്നെ ചോറ് കൊടുത്തു കേട്ടോ. ചോറും ചെറുപയറും കൂടി കൊടുത്തു. ജുഗുനു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിരുന്നിരുന്ന് വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. ജുഗുനു കാർ വാഷ് ചെയ്യാൻ കൊടുക്കാനൊക്കെ സമ്മതിച്ചു. അവന് കാക്കനാടൊക്കെ ഒന്ന് കറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ കാക്കനാട് കറങ്ങണതിൻ്റെ ഇടയിൽ നമുക്ക് കാർ വാഷിനും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെയാണ് കാർ വാഷിന് കൊടുക്കുന്നത്. ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്കതിൻ്റെ പേര് അത്രയ്ക്ക് ഓർമ്മ വരുന്നില്ല. നമുക്ക് 15 മിനിറ്റ്സിലൊക്കെ കാർ വാഷ് ചെയ്ത് കിട്ടും. പക്ഷെ ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേനും കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവർ വിളിക്കാമെന്നാണ് പറഞ്ഞു. ഒരു 1 hour ഒക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാർ വാഷിന് കൊടുത്തിട്ട് അതുവഴി ജുഗുനുവിന് കറങ്ങാൻ പോകണം, കാക്കനാട് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കാക്കനാടൊക്കെ കറങ്ങാൻ പോയി. എന്നാൽ സൈഡിൽ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എവിടെ ഇന്ന് അങ്ങനത്തെ മൂടാ ജുഗുനുവിന്. ചായ കുടിക്കാൻ പറ്റില്ല അത്രയും. അവന് ചായ കുടിക്കുകയല്ല, എന്തെങ്കിലും കഴിക്കാൻ കയറാന്ന് വെച്ചപ്പോൾ അവൻ പറയാ വയറുവേദന എടുക്കും, അതുകൊണ്ട് പറ്റില്ല, കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കഴിച്ചില്ല, അവനും കഴിച്ചില്ല, ഒന്നും ചെയ്തില്ല. വെറുതെ കറങ്ങി ബ്ലോക്കിലൊക്കെ കടന്ന് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പം ഞാൻ എന്തായാലും ഉഴുന്ന് വടയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് ഇട്ടു. ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉഴുന്ന് വെള്ളത്തിലിട്ടത്. ഇപ്പം ഇനി ബാക്കിയുള്ള ഒന്നും വാങ്ങിക്കലോ ഒന്നും ഉണ്ടായില്ല, ഒന്നും നടന്നിട്ടില്ല. അപ്പം ഞാനൊന്ന് പോയി നോക്കട്ടെ ബാക്കി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ, ഉഴുന്നോടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഉഴുന്നോടെ ഉണ്ടാക്കാം നമുക്ക്. പറഞ്ഞ പോലെ ഇഞ്ചിയില്ല കേട്ടോ, ഇഞ്ചിയില്ല. ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് ഉഴുന്ന് വെള്ളത്തിലിടുമ്പോൾ വിചാരിച്ചിരുന്നത് ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് അരിയും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അരിയൊന്നും ഇല്ല, അപ്പം അത് മേടിക്കാൻ പോകണം. അന്നേരം ഇതിന് വേണ്ട സാധനങ്ങൾ ഇല്ലാത്തത് നോക്കിയിട്ട്, ഇഞ്ചി ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നൊരു അലമ്പ് ദിവസമായിരുന്നു. അലമ്പ് ദിവസം ശരിക്കും നല്ല അലമ്പ് ദിവസങ്ങൾ ഉണ്ടാകാറുണ്ടില്ല എന്നല്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചിറ്റിലപ്പള്ളി പോകണമെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ വിചാരിച്ചതായിരുന്നു പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അവൻ സമ്മതിച്ചില്ല. അവൻ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം രാവിലെ എണീറ്റ് വന്നപ്പോൾ ഡാഡ കളിക്കാൻ പോയിട്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടായിരുന്നല്ലോ. അപ്പൊ അവന്റെ കളി അവനങ്ങനെ തൃപ്തിയായില്ല. എൻ്റെ കൂടെ കളിക്കുമ്പോൾ അവൻ അത്രയ്ക്ക് അങ്ങനെ തൃപ്തിയായില്ല. പിന്നെ ഡാഡ വന്നിട്ടാണെങ്കിലും കളിച്ച് വന്നിട്ട് വെയിലായതുകൊണ്ടായിരിക്കും ക്ഷീണമായിരുന്നു. അപ്പൊ ഭയങ്കര കളിയൊക്കെ കളിക്കാറല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കളി നടന്നില്ല. അതുകൊണ്ടാണോന്നറിയില്ല. എവിടെ പാർക്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ചിറ്റിലപ്പള്ളിയിൽ പറയണത് പാർക്കാണ്, നമുക്ക് അവിടെ പോയി കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പോര് നടന്നില്ല. അങ്ങോട്ടൊന്ന് അപ്പൊ പോകണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇന്ന് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ഊണ് കഴിഞ്ഞ ഉടനെ ഉഴുന്നോടെ ഉണ്ടാക്കും, അപ്പൊ അത് കഴിച്ചിട്ട് അപ്പൊ അവന് ഇതുപോലെ നമ്മൾ കുറച്ച് കുറവ് തന്നെയാണ് പുറത്തുനിന്ന് കൊടുക്കലുണ്ട്. പുറത്തുനിന്ന് പെട്ടെന്ന് വയറിന് പ്രശ്നം വരുന്ന കൂട്ടത്തിലാന്ന് തോന്നുന്നു. അപ്പൊ കുറവാണ് ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചില്ല. അപ്പൊ ഉള്ളിടയ്ക്ക് ഉണ്ടാക്കി എല്ലാം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം വേണ്ടല്ലോ, എല്ലാം അടിപൊളിയായി എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരുന്നത്. അതിന് അവൻ എവിടെ പോകാൻ സമ്മതിച്ചില്ല. ഈ ഉള്ളിൽ കുത്തിരിക്കാനേ സമ്മതിച്ചുള്ളൂ. ഉഴുന്നോടേക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞേക്കുക. എന്തായാലും ഞാൻ അത്രയും ഉഴുന്ന് വെള്ളത്തിലിട്ടതാ. ഉഴുന്നോടെ ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കുകയാണ്. ഉള്ളി അരിഞ്ഞു വെച്ച് അല്ലെങ്കിൽ നാളെ യൂസ് ചെയ്യാലോ. നമുക്ക് ഇഞ്ചി വാങ്ങിച്ച് വരുമ്പോഴേക്കും രാത്രി ആവുണ്ടാവും മിക്കാറും. കാരണം അവന് ഇനിയിപ്പോൾ പാർക്കിലൊന്നും വരാൻ പോകില്ല സാധനം മേടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിക്കണം. താഴത്തേക്ക് പോവാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. എന്തായാലും ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. സാധനങ്ങൾ മേടിക്കാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ കവർ നോക്കാം. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകാൻ വരുമായിരിക്കുന്നതാണ് സുരജേട്ടൻ്റെ ഒരു ഭാഷ്യം. നമുക്ക് നോക്കി നോക്കാം.
നമ്മളതേ തിരിച്ചു വന്നു. ചായയുടെ ഒപ്പം ഞാനൊന്ന് പോസ് ചെയ്യാണ് കേട്ടോ. ചായ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉഴുന്നോടെ ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് സാൻഡ്വിച്ച് വാങ്ങി അത് കഴിച്ചു. പിന്നെ നമ്മളതേ ഡിന്നറാണ്. ഡിന്നർ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അതേ 12:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ മീൻ ഒരു റീലും ചെറിയൊരു ഷോർട്സും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പരിപാടികളൊക്കെ കഴിഞ്ഞ് 12:30 ഇനിയിപ്പം ഉറങ്ങണം. നാളെ നേരത്തെ അധികം ലേറ്റായിട്ടൊന്നും എണീക്കാൻ പറ്റില്ല. ഒന്നാമത്തെ ജുഗുനൊന്ന് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നാളെ കുറച്ച് പരിപാടികളും ഉണ്ട്, പണികളുണ്ട്, കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ലേറ്റ് ആവാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഉറങ്ങട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. Ta-da!